ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു അടിപൊളി സ്റ്റാർട്ടർ റെസിപ്പിയുമായിട്ടാണ്. ഇത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, ചിക്കൻ ലോലിപോപ്സ് ആണ്. പക്ഷേ ഇത് ഒരു ട്വിസ്റ്റോട് കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എന്താ ട്വിസ്റ്റ്? ഇതിനൊരു സോസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ സോസാണ് ഷെസ്വാൻ സോസ്. അപ്പോൾ ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്, ഒന്നെങ്കിൽ അവർ ഡ്രൈ ആയിട്ട് തരും, അല്ലെങ്കിൽ ചിക്കൻ ലോലിപോപ്പ് ഇൻ ഷെസ്വാൻ സോസ് എന്ന് പറഞ്ഞ് തരും അല്ലേ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് വന്നു. അപ്പം നിങ്ങളുമായിട്ട് ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യുവാണ്. അപ്പോൾ ഈ ചിക്കൻ ലോലിപോപ്പ് ഇൻ ഷെസ്വാൻ സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ചിക്കൻ ലോലിപോപ്സ് എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് കട്ട് ചെയ്ത് കിട്ടിയതാണ്, ഞാൻ കട്ട് ചെയ്ത് മേടിച്ചതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര പണിയല്ലേ നമുക്ക് വിങ് എടുത്തിട്ട് ലോലിപോപ്പ് ആക്കാൻ. പിന്നെ ഇത് ഞാനിപ്പോൾ എടുത്തേക്കുന്ന 1 കിലോളം ഉണ്ട്, അതായത് ഒരു 20 പീസ് ലോലിപോപ്പ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ല കളറ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മുളക് പൊടിയും ചേർക്കാം. പിന്നെ ഞാനിവിടെ ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നീട് നമ്മൾ ഷെസ്വാൻ സോസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്, ഇച്ചിരി സ്പൈസിയാണിത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. അതിൻ്റെ കൂടെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 ടീസ്പൂൺ സോയാ സോസ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചിക്കനിലേക്ക് പിടിപ്പിക്കുക. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ മിനിമം എങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതും ഫ്രിഡ്ജിൽ വേണം വെക്കാൻ. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എത്രയും കൂടുതൽ നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നോ അത്രയും നല്ലത്. അപ്പോൾ 2-3 മണിക്കൂറൊക്കെ വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴത്തേക്കും ചിക്കനിലേക്ക് എല്ലാം പിടിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ ഇത് കവർ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിവിടെ ബാറ്റർ പ്രിപ്പയർ ചെയ്യുവാണ്. അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് കോൺഫ്ലോർ, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഞാൻ പറഞ്ഞ പോലെ ഇതിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാശ്മീരി തന്നെ ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം, ഓപ്ഷണൽ ആണ്. നല്ല കളർ, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫുഡ് കളർ ചേർക്കാം. പക്ഷെ ഞാൻ ഇവിടെ ചേർക്കുന്നില്ല, കാരണം വീട്ടിലല്ലേ നമുക്ക് കഴിക്കാനല്ലേ. അപ്പൊ പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യലൊക്കെ ചേർക്കാതിരിക്കുന്നതല്ലേ നല്ലത്. പിന്നെ ഈ ബാറ്ററിലേക്ക് ആവശ്യമുള്ള ഉപ്പും. അപ്പൊ ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതൊരു ബാറ്റർ ആക്കണം, അതായത് ചിക്കൻ ഇതിലേക്ക് മുക്കിയിട്ട് വേണം പൊരിച്ചെടുക്കാൻ. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. അപ്പൊ ഇവിടെ വെള്ളം ഒഴിച്ച് ബാറ്റർ ആക്കുമ്പോൾ നിങ്ങൾ കുറേശ്ശെ വേണം വെള്ളം ഒഴിക്കാൻ. അപ്പം ഞാൻ എന്താ ഇവിടെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്, പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പം അങ്ങനെ ഞാൻ ഇവിടെ ഈ അളവിന് ഞാനൊരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതായിരിക്കണം, ഇച്ചിരി ലൂസും ആയിരിക്കണം, പക്ഷെ എന്നാൽ അത്ര ലൂസും ആയിരിക്കല്ലേ, പിന്നെ അത്ര തിക്കും ആവാൻ പാടില്ല. അപ്പം അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ബാറ്റർ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, ഉപ്പൊക്കെ ഉണ്ടോയെന്ന്, ഉപ്പും എരിവും ഒക്കെ ഉണ്ടോയെന്ന് നോക്കുക. പിന്നെയും നമ്മൾ ഷെസ്വാൻ സോസ് ചേർക്കുമ്പോൾ എരിയാവും കേട്ടോ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഉപ്പും നോക്കുക. അപ്പോൾ അതാ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. ഇച്ചിരി റണ്ണിയാണ്, പക്ഷെ എന്നാലും അത്ര ലൂസല്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ലോലിപോപ്സ് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക്, അല്ലെങ്കിൽ ഒരു കടായിയോ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ, അതായത് ഇത് ഫ്രൈ ചെയ്യാനുള്ള ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ആൻഡ് ചൂടാക്കി എടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കാൻ. എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ ഇടുന്നതിന് മുമ്പ് ഒന്ന് മീഡിയം ലോയിൽ വേണം ഇത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ ചിക്കൻ കരിഞ്ഞു പോവും, അതിൻ്റെ കോട്ടിങ് കരിഞ്ഞു പോവും, പക്ഷെ അകം വേവത്തുമില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് നമുക്ക് എടുത്ത് ഈ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാനിങ്ങനെ കംപ്ലീറ്റ്ലി ഡിപ്പ് ചെയ്തിട്ട് നമുക്കതൊന്ന് ആ ബാറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് പോകുന്ന അത്രയും തട്ടിക്കളയണം. എന്നിട്ട്
ചൂടെണ്ണയിലേക്ക് നമുക്ക് ഇതിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഓരോന്ന് ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇത് വറുക്കുമ്പോൾ എല്ലാം കൂടെ ഇട്ട് ഓവർ ക്രൗഡ് ചെയ്യല്ലേ, അപ്പോൾ എണ്ണയുടെ ടെമ്പറേച്ചർ കുറയും. അപ്പോൾ ഒരു 3-4 ഒരു സമയത്ത് വറുത്തിട്ട് അടുത്ത ബാച്ചായിട്ട് 4 വറുക്കാം. അങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4 ഇടുന്നുണ്ട് വറുക്കാൻ. എന്നിട്ട് ഒരു സൈഡ് ആവുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആൻഡ് ഇത് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു സൈഡ് ഇച്ചിരി ഒന്നാകുമ്പോൾ മറിച്ചിടുക, പിന്നെ മറിച്ചിട്ടിട്ട് അടുത്ത സൈഡ് ഒന്ന് മൂപ്പിക്കുക. അത് കഴിഞ്ഞ് പിന്നെയും അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇടണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും, അകം വേവത്തുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഈ ആദ്യത്തെ ബാച്ച് ചിക്കൻ ലോലിപോപ്സ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂലും വെക്കാം. പക്ഷേ ടിഷ്യൂവിൽ വെച്ചാൽ ഇത് പെട്ടെന്ന് ഒരു സോഗി ആയി പോകും. അതുകൊണ്ട് ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റുവാണ്. അപ്പോൾ എല്ലാ പീസസും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് സ്ട്രെയിനറിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് അങ്ങനെ തന്നെ ബാക്കിയുള്ള ചിക്കനും ഇങ്ങനെ തന്നെ വറുത്തെടുക്കാം ഓരോ ബാച്ചായിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ 20 പീസുണ്ട്. അപ്പോൾ പിന്നെ 5 പ്രാവശ്യമായിട്ടാണ് ഞാൻ വറുത്തെടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാം വറുത്തതിന് ശേഷം നമുക്ക് സോസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു വോക്ക് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഒരു ചൈനീസ് വോക്ക് ഉണ്ട്. അപ്പോൾ ഇത് ചൈനീസ് ഡിഷ് അല്ലേ, അപ്പോൾ ഞാൻ ഓർത്ത് ആ വോക്കിൽ തന്നെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്ത എണ്ണ തന്നെ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാവണം. ആൻഡ് നമ്മൾ ഈ ചൈനീസ് വോക്കിൽ ഉണ്ടാക്കുമ്പോൾ ഫ്ലെയിം ഇച്ചിരി കൂട്ടിയിട്ട് വേണം ഉണ്ടാക്കാൻ. ആൻഡ് നമ്മൾ സാധനങ്ങളെല്ലാം റെഡി ആയിട്ട് സൈഡിൽ തന്നെ വെച്ചേക്കണം. കാരണം നമ്മൾ പെട്ടെന്നാണ് ഇത് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചാൽ അത്രയും നല്ലത്. നിങ്ങൾ വോക്കിൽ ഉണ്ടാക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ ഒരു ഫ്രൈങ് പാനിൽ ഉണ്ടാക്കുവാണെങ്കിൽ അന്നേരം തന്നെ എടുത്താൽ മതി, നോ പ്രോബ്ലം. അപ്പോൾ ഇതാ ഞാൻ ആ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളി, അത് ചെറുതായിട്ട് അരിഞ്ഞത് വേണം ചേർക്കാൻ. അപ്പോൾ ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒത്തിരി അങ്ങ് കരിഞ്ഞു പോവില്ല, അല്ലെങ്കിൽ ക്രിസ്പി ആവില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ, ഈ വോക്കിൽ ഉണ്ടാക്കുമ്പോൾ ഫ്ലെയിം ഹൈയിൽ ആണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നിടുമ്പോൾ അപ്പം തന്നെ ഇളക്കിയിട്ട് അടുത്തത് ഇടുക. അപ്പോൾ ഞാനിവിടെ പിന്നെ ചേർക്കുന്നത് ഷെസ്വാൻ സോസാണ്. ഇത് ഞാൻ റെഡിമെയ്ഡ് മേടിച്ചതാണ്. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസും കൂടെ ചേർക്കാം. അപ്പോൾ ഈ ഡീറ്റെയിൽഡ് ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ടെല്ലാം ആദ്യം സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ആ സോസും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് 4 ടീസ്പൂൺ സോയാ സോസാണ്. പിന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും. ഇതും കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം നല്ല മണം വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ശരിക്കും കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒത്തിരി അങ്ങ് ഇടല്ല, കാരണം ഈ സോയാ സോസിലെല്ലാം ഉപ്പുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ നോക്കിയിട്ട് വേണം ചേർക്കാൻ ഉപ്പ് എപ്പോഴും. അപ്പോൾ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് എല്ലാം ഇട്ട് കൊടുക്കാം, ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം, കാരണം അല്ലെങ്കിൽ ആ ചിക്കൻ്റെ ഒരു സൈഡ് മാത്രം ചിലപ്പോൾ പാത്രത്തിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഈ പാത്രത്തിൻ്റെ കാര്യമാണ് കേട്ടോ. നിങ്ങൾ സാധാരണ നോൺ സ്റ്റിക്കിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതായത് എല്ലാ പീസസിലും, എല്ലാ ചിക്കൻ ലോലിപോപ്പിലും ഈ സോസ് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടുത്ത ബാച്ച് ചേർക്കുക. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ ഒന്ന് ടോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഇളക്കാതിരിക്കാൻ നോക്കുക. പക്ഷെ എൻ്റെ ഈ ചൈനീസ് വോക്ക് നല്ല വെയിറ്റ് ഉണ്ട്, അപ്പോൾ എനിക്ക് അങ്ങനെ ടോസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ സാധാരണ ഫ്രൈങ് പാനിലാണെങ്കിൽ നിങ്ങൾക്ക് ടോസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് തവി വെച്ച് ഇങ്ങനെ ഇളക്കി എടുക്കുവാണ്. പക്ഷെ ഇളക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ഇളക്കാൻ, കാരണം നമ്മുടെ ചിക്കനിൽ നിന്ന് കോട്ടിങ് ഒന്നും പോവാതിരിക്കാൻ നോക്കുക. ഇനി കുറച്ച് നേരം ഒന്ന് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ചിക്കൻ നന്നായിട്ട് ഈ ഗ്രേവി കിടന്ന് അല്ലെങ്കിൽ ഈ സോസിൽ കിടന്ന് ഒന്ന് ചൂടാവണം. അതുവരെ
വരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് ഇൻ ഷെസ്വാൻ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഫൈനൽ ടച്ചിന് നമുക്ക് കുറച്ച് ചോപ്ഡ് സ്പ്രിംഗ് ഓണിയൻ, അതായത് സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും, പിന്നെ കാണാനും നല്ല ഭംഗിയല്ലേ. ഈ ചിക്കൻ ലോലിപോപ്പിൽ പെട്ടെന്ന് ഒരു പച്ച കളർ വന്നപ്പോൾ നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് ഇൻ ഷെസ്വാൻ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റി ആട്ടോ, നല്ലൊരു സ്റ്റാർട്ടറാണ് ആൻഡ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. സാധനങ്ങളെല്ലാം കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു ഡിഷ് തന്നെയാണ്, ഒരു സ്റ്റാർട്ടർ തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും വേറൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനോസ് കിച്ചൻ.